ഇത്തരത്തിലുള്ളൊരു ജനപ്രതിനിധി പാലക്കാടിന് ആവശ്യമില്ല എന്നുള്ളത് ഏകസ്വരത്തിൽ പാലക്കാടിലെ ജനങ്ങൾ പറയും. കാരണം ഇത് കോൺഗ്രസ്സുകാരെ വളരെ ബോധപൂർവം ഇത് അറിഞ്ഞില്ല നടിക്കുക. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഭാരവാഹികളുമായിട്ടുള്ള ആളുകളെല്ലാം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം അറിവ് തന്നിരുന്നു. പാലക്കാടിലെ തന്നെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് വ്യക്തിപരമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പരസ്യമായിട്ട് രംഗത്ത് വരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ നിലപാടാണ് ഏറ്റവും അത്ഭുതകരം. ഇത്രയേറെ ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് കോൺഗ്രസിന് പരാതി കിട്ടിയിട്ടില്ല, പരാതി കൊടുക്കട്ടെ എന്ന്. ഒരു ധാർമ്മിക ബോധമുള്ള പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയെ തുടരാൻ അനുവദിക്കരുത്. ഓരോ മണിക്കൂർ കൂടുന്ന സമയത്ത് പുതിയ പുതിയ ആരോപണങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ. ഇപ്പൊ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡറിന്റെ വെളിപ്പെടുത്തല്, ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ഉപയോഗിക്കേണ്ട വാക്കുകളാണോ ആ ട്രാൻസ്ജെൻഡർ യുവതിയോട് ഉപയോഗിച്ചിട്ടുള്ളത്? കേരളത്തിന് തന്നെ അപമാനമല്ലേ ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിന്റെ നിയമസഭയിൽ ഇരിക്കുന്നത്? കോൺഗ്രസ് പറയുന്നത്, ശ്രീ രാഹുൽ ഉച്ചയ്ക്ക് ഉള്ള പത്രസമ്മേളനത്തിൽ പറയുന്നത്, ഒരാൾ എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പോലും എന്താണ് ഭയക്കുന്നത്? അവർക്കും ഇത്തരം കാര്യങ്ങളിൽ രാഹുലിന്റെ വിഹിതം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുലിന്റെ ഗോഡ്ഫാദർമാരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ ഇത്തരം ആരോപണ വിധേയരായിട്ടുള്ള ആളുകളോട് രാജി ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് 1:30 മണി വരെ രാഹുലിനോട് ഒരാളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഒരാളും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിലെ ഒരു വലിയൊരു വിഭാഗം, ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാവിധത്തിലുള്ള ഒത്താശയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് കരുതുന്നത്. ഈ വെളിപ്പെടുത്തലുകളുമായിട്ട് വന്ന യുവതികൾ പറയുന്നുണ്ടല്ലോ, വി ഡി സതീശനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് പരാതിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആവശ്യമുള്ളതെന്നാണ് ഞങ്ങൾക്ക് അറിയാത്തത്. കോൺഗ്രസ് ധാർമ്മിക ബോധമുള്ള പാർട്ടിയാണെങ്കിൽ ചെയ്യേണ്ടത് MLA സ്ഥാനം രാജിവെപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.